ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇന്ന് നമ്മൾ പുതിയൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ വളകാപ്പാണ്. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മുടെ ട്രാവൽ കാണിക്കുന്നു, അത് വേണ്ട. ഇത്തവണ ഫ്രഷ് ആയിട്ട് നമ്മുടെ ഒരു വളകാപ്പ് വീഡിയോ ഇവിടെ വെന്യൂലെത്തിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിവിടെ ക്വയർ റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഇവൻറ്റ് ചെയ്യുന്നത്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഫാമിലീനെ മാത്രം വിളിച്ചും കൊണ്ടിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷനാണ്. ഇവിടെ ഇവന്റ് മാനേജ്മെൻറ്റും ആൾക്കാരും എല്ലാവരും വന്നിട്ട് ഡെക്കറേഷനൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരും എത്തിയിട്ടുണ്ട്. ഞാൻ വെന്യൂവിൻ്റെ ഉള്ളിലോട്ട് കാലെടുത്ത് വെക്കുന്നതിൻ്റെ മുന്നേ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സാപ്പ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവുക. ഇന്നലെ രാത്രി അവരവരുടെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇനി കൂടുതൽ പറയണ്ടല്ലോ, ഇന്നത്തെ വീഡിയോ നമ്മുടെ വളകാപ്പ് വീഡിയോ ആണ്. സമയം കളയാതെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10-10:30 വരെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞാണ് നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. തിരൂര് വെട്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്വയർ റിട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇത് മുന്നേ ഒരു കയർ കമ്പനി ആയിരുന്നു കേട്ടോ. അതിപ്പോൾ ഒരു ചെറിയ റിസോർട്ട് സെറ്റപ്പിലോട്ട് മാറ്റിയെടുത്തതാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപർണയാണ് എനിക്ക് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രൊഫൈലിൽ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഇവിടെ വെച്ച് പരിപാടി നടത്താമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് വന്നൊന്ന് കണ്ടു കഴിഞ്ഞാലാണല്ലോ മുഴുവൻ ഒരു പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നാട്ടിൽ വന്ന് പ്രോപ്പർട്ടി വന്ന് കണ്ടതിന് ശേഷമാണ് എന്തായാലും ഇവിടെ വെച്ച് തന്നെ നമുക്ക് വളകാപ്പ് നടത്തണമെന്ന് എനിക്ക് തോന്നിയത്. വേറെ 1-2 പ്രോപ്പർട്ടീസൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഈ ഒരു ക്വയർ റിട്രീറ്റിന് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന രീതിയിലൊരു സംഗതി ഉണ്ടായിരുന്നു. ഈ ഒരു പുഴയും ഈ ഒരു ആലും അതും തൂങ്ങിക്കിടക്കുന്ന വള്ളികളും മൊത്തം എനിക്കെന്തോ ഇവിടെ വെച്ച് തന്നെ ആ ഫംഗ്ഷൻ ചെയ്യണം എന്നൊരാഗ്രഹമായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മുന്നേ തീരുമാനമായ ഒരു കാര്യം വെന്യൂ ആയിരുന്നു. നമ്മുടെ പുറത്തെ പരിപാടി അവിടെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് എപ്പോഴും. ഞാൻ ഒരു കംഫർട്ട് സോൺ കണ്ടുപിടിച്ചാൽ, പ്രത്യേകിച്ച് ആൾക്കാരിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചാൽ പിന്നെ എനിക്ക് കുറേ ഇങ്ങനെ മാറി മാറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 തവണ ഇപ്പം ഞാൻ ഇത്രപ്പം വർക്ക് ചെയ്തു. അപ്പോൾ ഇത്തവണ നമ്മുടെ വളകാപ്പിനും ഇത് തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ചൊന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ മേക്കപ്പും അതിലെ കളേഴ്സും ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ നന്നാവും, അല്ലെങ്കിൽ തീർന്നു. ഇത് ഞാൻ പറഞ്ഞിട്ട് അവള് വിശ്വസിക്കുന്നില്ല. അവള് വേറെ 1-2 സാരിയും കൂടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എനിക്ക് ഭംഗി തോന്നിയത്. അതും ആ ഒരു ബ്ലൗസും കൂടെ വരുമ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടാവും. എടാ ഞാൻ പറഞ്ഞപ്പോ എന്താണോ എനിക്ക് വിശ്വാസമില്ലാത്തപ്പോ. ഇന്ന് ലേറ്റായി. ഒരു ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ എന്തായാലും വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ റെഡി ആവാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10-10:30 ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ അൽക്ക് റെഡി ആവാൻ തുടങ്ങാമെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ പുറത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് നടന്ന് ഉലാത്തി നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് ഡെക്കറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഒരു കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വളകാപ്പിൻ്റെ ഡെക്കറേഷനും അതേപോലെ തന്നെ കേറ്റേഴ്സും ഹാൻഡിൽ ചെയ്യുന്നത് ഡ്രീം ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവല്ല തന്നെയുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് കേട്ടോ. നമ്മുടെ വെന്യൂ ഫൈനലൈസ് ആയതിനു ശേഷം ഇവന്റ് മാനേജ്മെൻറ്റിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്കൊരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആവശ്യത്തിലേറെ ഭംഗി ഈ ഒരു പുഴയും ആലും എല്ലാം കൂടെ ആയിട്ട് ദൈവം തന്നെ ഈ ഒരു സ്ഥലത്തിന് നല്ല ഭംഗി വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അതൊട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഭംഗിയൊന്ന് എടുത്തു കാണിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് വേണം നമ്മുടെ ഡെക്കറേഷൻ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് മനസ്സിലിങ്ങനെ എന്താ പറയുക, നമ്മളൊരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു രൂപം ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് വെക്കണം എന്നായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു സ്പേസ് മാറ്റി മറിക്കുന്ന പോലത്തെ ഒരു ഡെക്കറേഷനൊന്നും എൻ്റെ മൈൻഡിലേ ഉണ്ടായിരുന്നില്ല. ഉള്ള സംഗതികൾ ഇങ്ങനെ കുറച്ച് ഭംഗി കൂട്ടുന്ന രീതിയിൽ കുറച്ച് തോരണങ്ങളും കുറച്ച് ലൈറ്റ്സും ഒക്കെ ആയിട്ട് ഇവിടെയുള്ള അതേ ബ്യൂട്ടി നിലനിർത്തുന്ന രീതിയിൽ. അതുകൊണ്ടാണ് എനിക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയായിരുന്നു. കാരണം ലൊക്കേഷൻ്റെ ഭംഗി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അങ്ങനെ ഫൈനലി എങ്ങനെ ഡിവിഷൻ ചെയ്തു നമുക്ക് സിമ്പിളാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഭയങ്കര മിനിമലായിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഉള്ളൊരു ചെറിയ സ്പേസിൽ മിനിമലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു.
ഡ്രീം ഇവൻറ്റ്സിലെ ഫർസിദായിരുന്നു എനിക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. പുള്ളിയുടെ പേര് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഈ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് പരിപാടി ഇത്ര സിമ്പിളാക്കി തന്നത് പുള്ളിയായിരുന്നു കേട്ടോ. കാരണം ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് നല്ലോണം മനസ്സിലാക്കി അത് അസസ് ചെയ്ത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എനിക്ക് വേണ്ട രീതിയിൽ അത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും വലിയ മാറ്റങ്ങളാണെങ്കിലും ചിലതൊക്കെ അവസാന നിമിഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ അവരെനിക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ലാസ്റ്റ് മിനിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ടാവില്ലേ? അത് ഞാൻ അച്ഛന് ലിസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പോയി റെഡി ആയാലോ ഇനിയും കൂടുതൽ നേരം ഇവിടെ നിന്ന് അവർക്ക് പണിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. ഞാൻ അകത്ത് പോയി റെഡിയാവട്ടെ. അൽക്കട ഫേസ് മേക്കപ്പ് ഇതേ ഓൾമോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമയമുള്ളതുകൊണ്ട് നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ എല്ലാ തവണ ഇങ്ങനെ സമയമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേറ്റ് ആവാറ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നല്ല ടയർഡായിരുന്നു. മൊത്തം ഈ ഒരു പരിപാടിയുടെ പിന്നാലെയുള്ള ഓട്ടം കാരണമായിരിക്കും. അതുകൊണ്ട് ഇന്നൊക്കെ ഞാൻ കുറച്ച് തളർന്ന അവസ്ഥയിലായിരുന്നു രാവിലെ. ഇതാണ് നമ്മുടെ ബ്ലൗസ്. വളരെ കൂലങ്കൃഷിതമായി ചർച്ച ചെയ്ത് നമ്മൾ ചെയ്തെടുത്തതായിരുന്നു. അല്ല, ആ കോമ്പിനേഷൻ, ആ ഒരു എമറാൾഡ് ഗ്രീനും ഈ ഒരു കളർ. അപ്പം ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അധികം ആർഭാടങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു സിമ്പിൾ ഡിസൈൻ പിടിക്കാനായിരുന്നു നമ്മുടെ പ്ലാൻ. അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസ്. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ പരിപാടിയും വളകാപ്പും ഒക്കെ ആവുമ്പോ ഇപ്പൊ എല്ലാവർക്കും അപ്പപ്പ കാര്യങ്ങൾ കാണാനുള്ള ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് നല്ലായിരിക്കും. ഭയങ്കര ചൂടിന്റെ അകത്ത് കറണ്ട് പോയി കുറച്ചു നേരമായിട്ടേ. അപ്പൊ അങ്ങനെ കുറച്ച് ഓവർലോഡ് വർക്കും പിന്നെ നമ്മുടെ വളകാപ്പിന്റെ പരിപാടി പ്രഗ്നൻസിയിലൊന്നും കൂടെ ചൂട് കൂടും. അവർക്ക് ഭയങ്കര ബോഡി ഹീറ്റ് അല്ലേലും സാരി എടുക്കാൻ വേണ്ടി ഫൈസയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്കൊരു എക്സ്ട്രാ താങ്ക്സ് പറയാനുണ്ട് പുള്ളിക്കാരുടെ അടുത്ത്. കാരണം ഒരു ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻ ഉണ്ടായി. എങ്ങനെയോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഓടി വന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയാൽ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ആമിക്കിപ്പോൾ വെക്കേഷൻ ആവുകൊണ്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിന് പോകുന്നുണ്ട്. ഇന്ന് അതിൻ്റെ അവസാന ദിവസമായിരുന്നു. അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ആമി ക്ലാസ്സിൽ നിന്ന് നേരിട്ട് വന്നതാണ് നമ്മുടെ ഈ റിസോർട്ടിലോട്ട്. നേരത്തെ ബ്ലൗസിൻ്റെ കാര്യം മുഴുവൻ പറയാൻ പറ്റിയില്ലല്ലോ. നാട്ടിൽ വന്ന് മെഷർമെൻറ്റ് അയച്ചു കൊടുത്ത് ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നുള്ള ഓപ്ഷൻ ഞാൻ കേട്ടപ്പോൾ ഇത്രയും അക്യുറേറ്റ് ആയിട്ട് എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരുന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എറണാകുളത്തുള്ള ആത്മ എന്ന് പറയുന്ന ഒരു ടീമാണ്, ബുട്ടീക്ക് ടീമാണ് നമുക്ക് ബ്ലൗസ് ഡിസൈൻ ചെയ്ത് തന്നെ. അതും ഓൺലൈനായിട്ട് അവർ വിളിച്ച് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു മെഷർമെൻറ്റ്സ് കേട്ടോ. എനിക്കൊരു ഓൾട്രേഷൻ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ മേക്കപ്പ് പകുതിയായി, വിശന്നിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഫുഡ് ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഓർഡർ ചെയ്തു. അത് കഴിച്ചിട്ടാവാം ഈ ബാക്കി, അല്ലെങ്കിൽ വൈകുന്നേരം വരെ എനർജി ഉണ്ടായിരിക്കില്ല. ഓ തുടങ്ങിയില്ലേ? ഓ നിങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ്, നല്ലതാണോ? എന്നാൽ എനിക്ക് കുറച്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആവാം. അതെന്താണ് വിഷ്ണു പേഴ്സണൽ സ്റ്റൈലിസ്റ്റിനെ ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കിയതായിരുന്നു കേട്ടോ. വൈശാഖ് സാറാണ് വിഷ്ണുവിൻ്റെ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. വിഷ്ണുവിന് നമ്മളൊരു വൈറ്റ് കുർത്തിയും പിന്നെ ഒരു കസവും മുണ്ടും പിന്നെ കസവിൽ തന്നെ വരുന്ന ഒരു ഷോളും കഴുത്തിൻ്റെ ചുറ്റുവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ സാരിയുടെ കളറായിട്ട് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വിചാരിച്ചെടുത്ത്. സിമ്പിളും ആയിരിക്കുമല്ലോ. ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ഈ ഒരു ഷോളിൻ്റെ പ്ലാനൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പൊന്നാട പോലത്തെ ഒരു സെറ്റപ്പേ കിട്ടിയുള്ളൂ. അത് ഈ കഴുത്തിലിടാൻ പറ്റുന്ന രൂപത്തിലാക്കി തന്നത് ഫൈസ ആയിരുന്നു കേട്ടോ. എങ്ങോട്ടാണാവോ? നമ്മളൊരു ഇവന്റ് ചെയ്യുമ്പോൾ അതിന്റെ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ ഒരു കാര്യമല്ലല്ലോ. അതിലുള്ള ഇവന്റ് മാനേജ്മെന്റും മേക്കപ്പും ഫോട്ടോഗ്രാഫിയും എല്ലാം വരുന്നതാണ്, കേറ്ററിങ്ങും ഒക്കെ. അപ്പോൾ ഞാൻ കുറച്ചധികം സംസാരിച്ചിട്ടൊക്കെയാണ് ഇവരെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. നമ്മുടെ ഈ ഒരു ഇവന്റിൽ ഞാൻ ഒപ്പം വർക്ക് ചെയ്ത ടീമിൽ കംഫർട്ടബിൾ ആയ ആൾക്കാരെല്ലാവരുടെയും ഞാൻ കോൺടാക്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സംസാരിച്ച് നോക്കാമല്ലോ, ഒരു ഈസി ടു ഫൈൻഡ് ഓപ്ഷനായിട്ട്.
ഏകദേശം നമ്മൾ പറഞ്ഞൊരു സമയത്ത് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ റെഡി ആയതിനു ശേഷം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു 1-1.5 മണിക്കൂർ ഫോട്ടോഗ്രാഫിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് ലൈറ്റൊക്കെ പോകും, നമ്മുടെ മേക്കപ്പൊക്കെ ഒന്ന് ഡള്ളാവുകയൊക്കെ ചെയ്യുമല്ലോ. അതിനു മുന്നേ എന്തായാലും റെഡിയായ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഗസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു 50-ൽ താഴെ നിൽക്കുന്ന വളരെ ക്ലോസ് സർക്കിൾ മാത്രമേ ഉള്ളൂ. ദേ ഇവിടെയൊക്കെ കാണുന്ന ആൾക്കാരില്ലേ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയി ഗസ്റ്റിനെ കംഫർട്ടബിൾ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിൾ ആണ്. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഈ ഒരു പരിപാടി ഉണ്ടാവാനുള്ള റീസൺ തന്നെ അപർണയാണ് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ വലിയൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല നാട്ടിൽ വന്നിട്ട് അങ്ങനെ വളകാപ്പ് ചെയ്യണം എന്നൊന്നും. പക്ഷെ അവളായിരുന്നു എനിക്ക് ഓരോ കാര്യങ്ങളും അയച്ചു തന്ന് നമുക്കിത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞത്. ഈ കാണുന്ന ഡെക്കോർസിലും കുറേയൊക്കെ അവളുടെ ഐഡിയ തന്നെയായിരുന്നേ. ഈ കോക്കനട്ട് ബാറും കാര്യങ്ങളൊക്കെ പിൻട്രസ്റ്റിന് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് സജഷനായി തന്നത് അപർണ തന്നെയായിരുന്നു. ഇന്നലെയാണല്ലോ നമ്മൾ ഈ ഒരു ഡാൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തത്. പകുതി ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും മറന്നു പോയിക്കുന്നു. പിന്നെ ആമി ഇന്നലെ കുറച്ച് നേരത്തെ പോകേണ്ടി വന്നു. ആമിക്ക് ഇന്ന് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മുഴുവൻ അവൾ പഠിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സൈഡിൽ നമ്മളിത് ഫോട്ടോഗ്രാഫ്സും അതേപോലെ തന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മമ്മയ്ക്ക് ഇപ്പം ഇത്ര ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലല്ലോ. അതുകൊണ്ട് അമ്മമ്മ വന്നിട്ടില്ല, വെല്ലച്ചൻ മാത്രമാണ് വന്നത്. വെല്ലച്ചനും പ്രോഗ്രാം തീരുന്നവരെ നിൽക്കാൻ സാധ്യതയില്ല കേട്ടോ. വെല്ലച്ചൻ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു പോകുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ വളകാപ്പാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളും ഒന്നും അങ്ങനെ കുറേ ആൾക്കാർക്ക് അറിയില്ല. കുറേ ആൾക്കാർക്കല്ല, ആർക്കും അറിയില്ല. ഞാനും അപർണയും കൂടെ കുറേ വായിച്ചും കേട്ടും മനസ്സിലാക്കിയൊക്കെയാണ് ഇന്നത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം അച്ഛനൊക്കെ ആണെങ്കിലേ കുറേ കല്യാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അച്ഛന് ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആ ഒരു കാര്യങ്ങളിൽ വരാൻ സാധ്യതയില്ല. പക്ഷെ ഇന്നത്തെ ചടങ്ങ് കുറേയൊക്കെ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളേജിൽ വെച്ചിട്ട് ചെയ്തതാണ്. ഇവിടെ അമ്മയും അമ്മയുടെ 2 സിസ്റ്റേഴ്സും, അതായത് പ്രീതമേമിയും ദീമേമിയും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരവോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഓൾറെഡി അവർ ഇവിടെ തന്നെയാണല്ലോ. പിന്നെ വളകാപ്പും സീമന്തും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന അടുത്തൊരു ചടങ്ങ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടി ജനിച്ചു കഴിഞ്ഞാലുള്ള 28 പേരിടാനൊക്കെ വേണ്ടിയിട്ട്. അത് മാത്രമേ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ വളകാപ്പിലോട്ട് തിരിച്ചു വരാം. ഇന്നത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കളർ പാലറ്റ് എല്ലാവരായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടോണിൽ വരുന്ന സാരിയും ഡ്രസ്സും ഒക്കെ ഇട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒരുപാട് നേരമൊന്നും നമ്മുടെ പരിപാടി നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു പ്ലാനില്ല. നമ്മൾ ഒരു ഏകദേശം ഒരു 8-9 മണിയാവുന്നതോടുകൂടെ പരിപാടി നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ഡിന്നർ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിനു മുന്നേ നമുക്ക് ഈ ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മാവുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവരുടെ ഒപ്പമുള്ള ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് ഒരു സജഷൻ ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടത് വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനാണ് കേട്ടോ. അവർ രാമനാട്ടുകാരെയാണ്, അവരുടെ ഫാമിലിയാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയുന്നത് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും, അമ്മയുടെ സിസ്റ്ററാണ് പ്രീതമേമിയും പിന്നെ അവർ ഫാമിലിയും. അൽക്ക ആരാണെന്ന് കഴിഞ്ഞ വ്ളോഗിൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അൽക്ക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-11 കൊല്ലമായി നമ്മൾ ഒരുമിച്ചായിട്ട്. ഇവരെയൊന്നും ഞാൻ ഇനി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരു ഫാമിലി ഫോട്ടോ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. 2 അമ്മമാരും ഏകദേശം ഒരു ഷെയ്ഡിൽ വരുന്ന, അതായത് യെല്ലോയിലോട്ട് വരുന്ന സാരി ആയിരുന്നു കേട്ടോ. അതൊട്ടും പ്ലാൻഡ് ആയിരുന്നില്ല, അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ്. ലാസ്റ്റ് ഈ ഒരു ഫോട്ടോയും കൂടെ എടുത്ത് നമ്മൾ ഇന്നത്തെ ഫോട്ടോഗ്രാഫി പരിപാടി തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. വാണിയുടെ ഹെൽപ്പോടുകൂടെ നമ്മുടെ പ്രഗ്നൻസി ജേണി ഒരു 5 മിനിറ്റിൽ വരുന്ന രീതിയിൽ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ വീഡിയോൻ്റെ അവസാനം ആ ഒരു 5 മിനിറ്റ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇനി ഇന്നലെ പ്രാക്ടീസ് ചെയ്ത കുറച്ച് ചുവടുകൾ നമുക്ക് കാഴ്ചവെക്കാം കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല, ഒരു ദിവസം പ്ലാൻ ചെയ്തെടുത്ത ഒരു ഡാൻസാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് പേരൊന്നുമില്ല ഡാൻസ് കളിക്കാൻ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മളൊരു 4-5 സോങ് ക്ലബ് ചെയ്ത് ഒരു ചെറിയ എൻട്രിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് പ്ലാൻ ചെയ്ത സ്റ്റെപ്സും പാട്ടും പ്രാക്ടീസും ഒക്കെ ആവുകൊണ്ടേ ഇഷ്ടം പോലെ എല്ലാവരും സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ടായിരുന്നു.
പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ടും ഗപ്പൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വിഷ്ണു നമ്മുടെ ഒപ്പം ചെറിയൊരു ഡാൻസിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയ ഷോർട്സ് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ ഷോർട്സിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. വിഷ്ണു പൊതുവേ ഇങ്ങനെ പരിപാടി ഉണ്ടാകുമ്പോൾ സ്റ്റേജ് കയറിയിട്ടുള്ള കുറച്ച് ഫൺ കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് കേട്ടോ. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും ചെറിയ സ്കിറ്റ്, നാടകം, ആ പരിപാടിക്കൊക്കെ പുള്ളി വരാറുണ്ട്. ഇപ്പം നമ്മൾ അവിടെ ആകുമ്പോഴും ഇങ്ങനെ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ പുള്ളി സ്റ്റേജിൽ കയറി പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ റീൽ എടുക്കാൻ വേണ്ടി ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ചാൽ അതൊരു ക്യാമറ പരിപാടിയാണല്ലോ, അപ്പോൾ പുള്ളിക്ക് കുറച്ച് ഒരു നാണം ഒക്കെ വരും. അതിനുശേഷം അൽക്കടിയും വൈശാഖ് സാറിൻ്റെയും അത്യുഗ്രൻ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇവരാദ്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ സ്റ്റേജിൽ നിന്നാണ്, കളിക്കുന്നതും സ്റ്റേജിൽ നിന്നാണ്. ഈ ഒരു 4 ചുവടുകളോടെ നമ്മൾ ഈ ഒരു ഡാൻസ് പരിപാടിക്ക് ഇവിടെ ഒരു സമാപനം കുറിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞു, അവസാനിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ ചടങ്ങുകളിലോട്ട് കിടക്കാം. ശരിക്കും ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് ഈ ആരതി ഒഴിയിക്കുന്നതും അതേപോലെ നമ്മളെ ഫസ്റ്റ് ടൈം ചന്ദനം തേക്കുന്നതും മാല ഇടിയിക്കുന്നതും ഹസ്ബൻഡാണെന്നാണ്. പക്ഷെ നമ്മളിങ്ങനെ തീരുമാനിച്ചു 2 അമ്മമാരും കൂടി ഇത് ചെയ്യട്ടെ, ഇവരെന്തായാലും ഇത്ര സ്നേഹത്തോടു കൂടെ തന്നെ ആയിരിക്കും അത് ചെയ്യുന്നുണ്ടായിരിക്കുക, അപ്പോൾ അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് ഒരു 6 മാസത്തിലൊക്കെ ട്രാവൽ ചെയ്യാമെന്നൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും ഇഫ്സ് ആൻഡ് ബട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫൈനലി നമ്മൾ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു, നാട്ടിലെത്തി. ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ ബാക്കിയുള്ളൂ. ഇന്ന് ഞാനും വിഷ്ണുവും കൂടെ സംസാരിക്കുകയായിരുന്നു. നമ്മളെടുത്ത ഡിസിഷൻ കറക്റ്റായിരുന്നു, നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ഈ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഫേസിൽ നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ ഒപ്പം ഒക്കെ നിൽക്കാൻ പറ്റുക എന്നുള്ളത്, അവരുടെ സ്പെഷ്യൽ ബിഹേവിയറൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്നുള്ളത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഈ ഒരു പരിപാടിയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സ്വീറ്റ് കഴിക്കുന്ന കാര്യമായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ സ്വീറ്റ്സ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ നമ്മുടെ പ്രഗ്നൻസി തുടങ്ങിയതിന് ശേഷം എനിക്ക് ആഴ്ചയിൽ 1-2 സ്വീറ്റ്സൊക്കെ കഴിക്കാൻ ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് തീരെ കഴിക്കാൻ തോന്നുന്നില്ല കഴിഞ്ഞൊരു 1-2 വീക്സായിട്ട്. അതും ഈ വേറെ സ്വീറ്റ്സ് എല്ലാവരും ഇങ്ങനെ തരുമ്പോഴേ വേണ്ടാന്ന് പറയാനും വയ്യ, എന്നാൽ കഴിക്കാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും വളകാപ്പ് ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ വീട്ടിൽ. എനിക്ക് തോന്നുന്നു ഇവരുടെ എല്ലാവരുടെയും ആദ്യത്തെ വളകാപ്പ് കൂടുന്ന പരിപാടിയായിരിക്കും. വളകാപ്പിൻ്റെയും സീമന്തിൻ്റെയും പിന്നിൽ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അത് നമ്മൾ വായിച്ചു നോക്കിയപ്പോഴാണ് അതെല്ലാം നമുക്ക് മനസ്സിലായത്. അതിൽ വരുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കുപ്പിവള ഇട്ട് കഴിഞ്ഞാൽ കുപ്പിവളയുടെ ആ കിലുക്കം കേട്ട് ബേബി വയറിൽ ഭയങ്കര ഹാപ്പി ആവും എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. പിന്നെ ഈ ചന്ദനത്തിൻ്റെ മണം, ഈ വളയുടെ കിലുക്കം, സ്വീറ്റ്സ് തരിക, ഇതൊക്കെ ഒരു പ്രഗ്നൻറ്റ് വുമണെ ഭയങ്കര ഹാപ്പി ആക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇൻ ടേൺ കുട്ടിയും അതിൽ സന്തോഷിക്കുന്നതാണ് ഒരു വിശ്വാസം വരുന്നത്. കുറച്ച് ഇരുട്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തു. നമ്മൾ ആ ആലിൻ്റെ ഓരോരോ തൂങ്ങിക്കിടക്കുന്ന വള്ളികളില്ലേ, അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ആകെ മൊത്തം കാണാനൊരു ആനച്ചന്തം ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്. പിന്നെ ഈ പറഞ്ഞതുപോലെ സൈഡിൽ പുഴയുള്ളതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു, അതിൻ്റെ ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ വേണ്ടി. ഇത് വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ ബ്രദറാണ് കേട്ടോ, മൂത്ത ചേട്ടനാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ വെക്കുന്നത് എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. ചെറിയൊരു ഫംഗ്ഷൻ ഇങ്ങനെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിനെ മാത്രം വിളിച്ചും കൊണ്ടുള്ളത്, എന്നാൽ നമുക്ക് എല്ലാവരെയും കാണുകയും ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് ഓരോരുത്തരുടെ വീട്ടിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവരെയും നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടുമല്ലോ. എന്തായാലും ഈ ഒരു ചടങ്ങോടുകൂടെ നമ്മുടെ കുടുംബത്തിൽ ഒരു വളകാപ്പ് നമ്മൾ ആദ്യമായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് അൽക്കയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിരുന്നേ. ഇവൾ ഇത്ര ദിവസം വീട്ടിലുണ്ടായിട്ടും എനിക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവൾ ഇങ്ങനൊരു വലിയ ഹാമ്പർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിന്ന് സംഗതികൾ എടുത്തിട്ടും തീരെയായിരുന്നില്ല. ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട സംഗതികളുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടതുണ്ടായിരുന്നു, പിന്നെ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മുഴുവൻ എനിക്കിപ്പോൾ ഇരുന്ന് നോക്കാനുള്ള ടൈം എന്തായാലും ഇവിടെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ഈ ഒരു എപ്പിസോഡ് ഇന്നത്തെ പരിപാടിയിൽ എന്നെ പിടിച്ചു കുലുക്കിയൊരു സംഗതിയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്നത് അമ്മമ്മയുടെ ആഭരണപ്പെട്ടിയാണ്. അമ്മമ്മയുടെ എന്ന് പറയാൻ പറ്റില്ല, അമ്മമ്മയുടെ തറവാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ അമ്മമ്മ ഉപയോഗിച്ചിരുന്ന ആഭരണപ്പെട്ടിയാണ്. അതിവിടെ ആഭരണപ്പെട്ടിയായിട്ടൊന്നുമല്ല ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ ഷോക്കേസിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാലങ്ങളോളം കൈമാറി വന്നൊരു കാര്യമാകുമ്പോൾ ഞാൻ ഒരിക്കൽ അമ്മമ്മയുടെയും വെല്ലച്ചൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് തരുമോയെന്ന്. അപ്പോൾ അന്ന് വെല്ലച്ചൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ 3 പേരക്കുട്ടികളുണ്ടല്ലോ, പെൺമക്കൾ, അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് വെല്ലച്ചനത് തരാമെന്ന്. അന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നീ പരിപാടിയിൽ അമ്മമ്മ കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് അപർണയും ഇവരെല്ലാവരും കൂടെ ഇത് കൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഷെയ്ക്കണായി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു റിലേ പോയൊരവസ്ഥയായിരുന്നു.
അമ്മമ്മയ്ക്ക് ഇപ്പോൾ പ്രായത്തിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മമ്മയ്ക്ക് പ്രായമായി എന്നുള്ളതൊക്കെ നമ്മളെല്ലാവരും അംഗീകരിക്കും, മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ഇങ്ങനൊരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ അമ്മമ്മ ഇല്ലല്ലോ, അമ്മമ്മ ഇങ്ങോട്ട് വരാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ലോ എന്നുള്ള അപ്പോഴത്തെ ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇന്ന് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് ഇന്ന് എന്നല്ല, എനിക്കെൻ്റെ ലൈഫിൽ കിട്ടിയാൽ തന്നെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരിക്കും ഇത്. ഇത്തവണ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകണോ അതോ ഒരു 3-4 കൊല്ലം അമ്മയുടെ അടുത്ത് വെച്ച് പിന്നെ ഞാൻ കൊണ്ടുപോകണോ എന്നുള്ളതൊന്ന് ആലോചിക്കണം. കാരണം അമ്മയുടെ അടുത്ത് കുറച്ച് കാലം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കൈമാറി വന്നൊരു ഫീൽ ഉണ്ടായിരിക്കുമല്ലോ. അതിനുശേഷം കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപർണ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു കേട്ടോ. ബേബി കരയുമ്പോൾ ആരാണ് കൂടുതൽ പാനിക് ആവാൻ ചാൻസ്? അത് ഐശ്വര്യ ചില്ലായിട്ട് വിഷ്ണുവായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഹു ഇസ് മോർ ലൈക്ലി ടു സ്ലീപ് ബിഫോർ ദ ബേബി? ബേബി ഉറക്കുന്നതിന്റെ ഇടയ്ക്ക് അത് മുമ്പ് ചേർന്ന് ഉറങ്ങാൻ ചാൻസ് ആരാണ്? വളരെ വ്യക്തമായിട്ട് അറിയാം. സ്പോയിൽ ചെയ്യുന്നവരായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഉത്തരം ഏകദേശം അറിയാൻ തോന്നുന്നു. രണ്ടുപേരും ഒരേപോലെയാണ് നോക്കിയിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഹു വിൽ ബി ബെറ്റർ അറ്റ് സിംഗിങ് ലല്ലബീസ്? താരായിട്ട് പാടാൻ നിങ്ങൾ രണ്ടുപേരിലും ആരായിരിക്കും ബെറ്റർ? എന്താണ് ഒപ്പീനിയൻ? അപ്പൊ നമ്മുടെ ബേബി വളരെ ലക്കിയാണ്. കാരണം ഐശ്വര്യക്ക് മടുക്കുമ്പോൾ വിഷ്ണുവേട്ടനും, വിഷ്ണുവേട്ടനും മടുക്കുമ്പോൾ ഐശ്വര്യം ബേബിക്ക് വേണ്ടി ലല്ലബി വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോ എനിക്ക് സാധ്യതയുണ്ട്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇസ് മോർ എക്സൈറ്റഡ് അബൌട്ട് ബിക്കമിങ് എ പാരന്റ്? രണ്ടുപേരും ആയിക്കോ. അപ്പൊ സംശയം എക്സൈറ്റഡ് ആണ്. വിഷ്ണു നോക്കരുത്, വിഷ്ണു ഷുവറാണ്. കോൺഫിഡൻസാ. അതെ, അതിനെ പറ്റി രണ്ടു വാക്ക്. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ ഉത്തരം വെച്ചിട്ടാണ് എന്താ പറയാ? വിഷ്ണു കുറച്ച് മെച്ചുറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പൊ വിഷ്ണു ആയിരിക്കും നല്ല പേരൻ, പക്ഷെ ഫൺ പേരൻ ഞാനായിരിക്കും. ഓക്കെ, ഇനി നമ്മളും കൂടി ഫുഡ് കഴിക്കാനുള്ളൂ. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി മെല്ലെ ക്ലോസ് ഔട്ട് ചെയ്യാം കേട്ടോ. അമ്മയും അച്ഛനും പോവുകയാണ്, കാരണം അവർക്ക് തിരിച്ച് കോഴിക്കോട് എത്തണ്ടേ. പിന്നെ അവിടെ അമ്മമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അധികം ലേറ്റ് ആവാതെ അവർക്ക് അങ്ങോട്ട് എത്തണം. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് മാത്രമല്ല, ഇവരുടെ സെർവിങ് രീതി നല്ലതായിരുന്നു. വളരെയധികം ശ്രദ്ധിച്ച് എല്ലാവരും കഴിക്കുന്നില്ല, ഇനി എന്തെങ്കിലും വേണമെന്നൊക്കെ നോക്കി വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടായിരുന്നു അവർ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മുടെ വളകാപ്പിൻ്റെ ആദ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നമ്മൾ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുന്നത് ഐറ ഫോട്ടോഗ്രാഫി ടീമാണ് കേട്ടോ. ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് നമുക്കിതെല്ലാം ക്യാപ്ചർ ചെയ്തുന്നത്. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഇരട്ടിയായിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും നമുക്ക് നല്ല തണലും അതിൻ്റെ ഒപ്പം പുഴയുള്ളതുകൊണ്ട് നല്ല കാറ്റ് വരുന്നുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ വേണ്ടി നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പരിപാടി കുറച്ച് ഈവനിങ്ങും അത് കഴിഞ്ഞ് രാത്രിയിലോട്ടും വരുന്നതുകൊണ്ടും ഔട്ട്ഡോർ ആവുകൊണ്ടും ലൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് നല്ലോണം ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം രാത്രിയാകുമ്പോഴും വേറൊരു രീതിയിലുള്ള ഭംഗി വരുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു സ്പേസ് ഒന്ന് ചെറുതായി മാറ്റാമെന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കാര്യം ആർഭാടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടല്ലേ നല്ല സിമ്പിളായിട്ട് നല്ല എലഗൻ്റായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി പോകാതെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് എനിക്ക് വളരെ ധൈര്യപൂർവ്വം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് കേട്ടോ ഡ്രീം ഇവൻറ്റ്സ്. എന്തായാലും അവരോട് ഞാൻ ഒരിക്കൽ കൂടെ താങ്ക്സ് ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. വളരെയധികം കാലം കാത്തിരുന്ന് നമ്മുടെ വളകാപ്പ് അല്ലെങ്കിൽ സീമന്തം ഇവിടെ തീർന്നു. ഇനി നാളെ എന്തെന്ന് ആലോചിക്കുമ്പോൾ 2-3 ദിവസം ബ്ലാങ്ക് ആയിരിക്കും. എല്ലാവരും അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടേ. നമുക്കൊരു പരിപാടി തീരുമ്പോഴാണല്ലോ നമുക്ക് ആ ക്ഷീണം മുഴുവൻ പുറത്ത് വരിക. പിന്നെ നമുക്ക് വേറൊരു ചെറിയ ഭാഗ്യം കൂടെ ഉണ്ടായിട്ടോ. പരിപാടി അവസാനിച്ചതും ചെറുതായിട്ട് മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മഴ പെയ്യുമെന്ന്. കാരണം കയറി നിൽക്കാൻ വേണ്ടി നമുക്ക് വേറെ സ്ഥലമൊന്നുമില്ല. പക്ഷെ എന്തായാലും മഴ അതുവരെ പെയ്തില്ല. അവസാനം പരിപാടി തീർന്നപ്പോൾ പെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷെ നമ്മുടെ ഇവൻറ്റുകാർക്ക് അത് വീണ്ടും എല്ലാം ഇപ്പം തന്നെ ഊരി വെച്ച് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അവരവരുടെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൽക്കാലം ഇവിടെ നിന്നെല്ലാം അവസാനിപ്പിച്ച്
വീട്ടിൽ പോവുകയാണ്. എല്ലാവർക്കും വളരെയധികം സന്തോഷവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ. ഒരു മിനിറ്റ്, ആരും പോവല്ലേ. നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു 5 മിനിറ്റിൻ്റെ മെമ്മറി വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ജേർണി, അതും കൂടെ കണ്ടു പോവാം. അതെ, നമ്മൾ പ്രഗ്നന്റ് ആണ്. ഗർഭിണിയാണ്. ഗർഭിണിന്നൊക്കെ വി ആർ പ്രഗ്നന്റ്. സന്തോഷം, എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ള ടൈമല്ലേ? പ്രഗ്നന്റാ? പ്രഗ്നന്റാ? സീരിയസ്ലി? ഞാൻ വിറയ്ക്കണു. വിഷ്ണു, അത് ഡിജിറ്റൽ ആണ്. എനിക്ക് അതിന്റെ അകത്ത് കയറി ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കിളി പോയ ഫീലായിരുന്നു. കൺഗ്രാറ്റ്സ്. എനിക്കതിൻ്റെ മറ്റേ ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ കാണിക്കേണ്ടി അറിയില്ല. പക്ഷെ പെട്ടെന്ന് എൻ്റെ മൂഡ് ഒരുത്തരം മറ്റേ കുറച്ച് ഹൈക്ക് ചെയ്ത് മോളിക്ക് വന്ന് സ്റ്റേയിലുണ്ട് കയറിയിട്ടുള്ളൂ. പെട്ടെന്ന് ആ മൂഡാണ്ട് മാറി. ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വന്നു എനിക്ക്. എന്തായാലും കൺഗ്രാറ്റ്സ്, അടിപൊളി. ആദ്യമായിട്ട് പുള്ളിക്കാരനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ആദ്യത്തെ അൾട്രാസൗണ്ട് ആണ് കേട്ടോ. അല്ല, നമ്മുടെ ആദ്യത്തെ അൾട്രാസൗണ്ട്. ഇപ്പം ആദ്യമായിട്ട് അവരെന്നോട് ഈ പറഞ്ഞതുപോലെ ഒന്ന് യൂറിനേറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. കാരണം നമ്മുടെ ബ്ലാഡറൊക്കെ എംപ്റ്റി ആയിരിക്കണമല്ലോ. അതൊക്കെ പറഞ്ഞ് ഇപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെ ഒരു പ്രത്യേക തരം ഇമോഷൻ. ഞാൻ ചോദിച്ചു ഹാർട്ട് ബീറ്റ് ഒന്ന് കേൾപ്പിച്ചു തരുമോ എന്നുള്ളത്. എന്താ പറഞ്ഞു? അത്ര അടുത്ത് പോയി കഴിഞ്ഞാൽ അത് എംബ്രിയോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനിക്ക് ഓടാൻ പറ്റുമോ, ചാടാൻ പറ്റുമോ, 5 കിലോമീറ്റർ ഓടാൻ പറ്റുമോ, ജിമ്മിൽ പോകാൻ പറ്റുമോ, ഡാൻസ് കളിക്കാൻ പറ്റുമോ, റീൽസ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, യു ആർ ജസ്റ്റ് പ്രഗ്നന്റ്, യു ആർ നോട്ട് ഇൽ. എനിക്കിഷ്ടപ്പെട്ട റെസ്പോൺസ്. ഇഷ്ടം എന്നിട്ട് ഓടുന്നു, ഞാൻ ഓടിയെത്തുന്നില്ല. ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. ഇത് മോസ്റ്റ്ലി നമ്മുടെ ലാസ്റ്റ് ഹോസ്പിറ്റൽ വിസിറ്റ് ആയിരിക്കുമേ. കാരണം നമ്മുടെ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ഇനി അവർ നമ്മളെ മിഡ് വൈഫിൻ്റെ അടുത്തോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. നമ്മളിങ്ങനെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് കയ്യൊക്കെ ഒന്ന് അല്ലെങ്കിൽ പുള്ളിക്കാരി അനക്കി. ഓരോ സ്കാനിങ് കഴിഞ്ഞാലും അവരിതേ ഇങ്ങനത്തെ ഒരു എന്താ ഇതിന് പറയുക, പ്രിന്റ് തരും. ഇതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫീല്. അയ്യോടി, ഇത് നോക്ക്, ഒരു പാസിഫയർ. ഇന്നാണ് നമ്മൾ ജെൻഡർ അറിയുന്നത്. 20th വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ മേജർ ആയിട്ടുള്ള സ്കാനിങ് ഒക്കെ തീർന്നു കേട്ടോ. ഇനി അങ്ങോട്ട് വലിയ സ്കാനിങ് ഒന്നുമില്ല. പുള്ളി കാലനക്കില്ല, അതുകൊണ്ട് പുള്ളിയുടെ ജെൻഡർ അറിഞ്ഞില്ല. ബട്ട് മാൻ കോപ്പറേറ്റീവ് ആയിക്കോട്ടെ, കുറച്ച് നല്ല സഹകരണ മനോഭാവത്തിലായിരുന്നു. ആൻഡ് നമ്മൾ അറിഞ്ഞില്ല, പക്ഷെ സിസിലിയ ജെൻഡർ അറിഞ്ഞു എന്നാണ് പറഞ്ഞത്. നമ്മളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എൻവലപ്പിൽ എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. ഇന്ന് നമ്മൾ നോക്കിയപ്പോഴേ വിരലൊക്കെ കുടിച്ച് കിടക്കുക അല്ലേ. കിട്ടി. ഓ, ഇത് കയ്യിൽ വല്ല ആറ്റം ബോംബ് വയ്ക്കുന്ന പോലെ ഉണ്ട്. വിഷ്ണു തുറന്നു നോക്കുന്ന ഒന്ന്. പക്ഷെ കൊതിയൊന്നും തുറക്കാൻ എൻ്റെ ഐഡിയയിൽ പോയി.